പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹാപ്പി ദിവാലി. അപ്പം നമ്മൾ ദീപാവലിക്ക് പൂജയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇന്നലെ രാത്രി പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ മാല കെട്ടണം. കണ്ടോ, മാവല വരെ നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. 20 രൂപയുടെ മാവലയാണ് അതെ. അപ്പം പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാലയാക്കണം നമുക്ക്. രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പൂവാണ് ഇത്. 2-3 ദിവസത്തേക്കുള്ള മാല കെട്ടാനുള്ള പൂവാണ്. അപ്പം ഞാൻ തന്നെയാണ് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാല കെട്ടുന്നത്. മാലയ്ക്കൊക്കെ ഇവിടെ ഭയങ്കര വില, നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഒരു മാലയ്ക്കൊക്കെ 100-150 രൂപ. അപ്പോൾ നമുക്ക് അതിന് പൂ വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂ കിട്ടും. നമുക്ക് ഇഷ്ടത്തിന് മാല കെട്ടിയെടുക്കാം. കുറേ മാല വേണമല്ലോ ചെറിയ ചെറിയ ഫോട്ടോസിന് ഇടാനും ഒക്കെ. കണ്ടോ, ഇത് നമ്മുടെ അമ്പലത്തിലേക്കുള്ള മാലയാണ്. നമ്മുടെ പൂജ ചെയ്യുന്നിടത്ത് മെയിനായിട്ടുള്ള മാലയാണ്. അവിടത്തേക്കും ഡോറിലേക്കും 2 മാല കെട്ടിയിട്ടുണ്ട് വലുത്. ബാക്കിയൊക്കെ ചെറിയ മാലകൾ മതി. കണ്ടു, ഇത് ഡോറിലേക്ക് ഞാൻ കെട്ടിയതാണ്. അപ്പം നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പല കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാല നമുക്ക് വലുത് വേണം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ എങ്ങനെയൊക്കെയായാലും 100-300 രൂപയാകും. അപ്പോൾ നമുക്ക് പൂ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് വലുതും ചെറുതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഞാൻ 2 വലിയ മാലയും ബാക്കി 2-3 ചെറിയ മാലയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ പിന്നെ എല്ലാം, ചേട്ടനില്ലായിരുന്നു, ചേട്ടൻ കമ്പനിയിൽ പോയേക്കുവാണ്. ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. നാളെ മുതലാണ് അവർക്ക് അവധി കൊടുക്കുന്നത്. ഇന്നല്ല ഇവിടുത്തെ മെയിൻ, നാളെയാണ്. അപ്പം ഞാൻ രാവിലെ എല്ലാം എണ്ണിച്ച് കുളിച്ചൊക്കെ വിളക്കൊക്കെ കത്തിച്ച് മാലയൊക്കെ, നമ്മൾ ഇന്നലെ കെട്ടിവെച്ച മാലയൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്തായിരുന്നു. അപ്പം നാളെയാണ് ഇവിടെ ലക്ഷ്മി പൂജ, നാളെ മെയിൻ പൂജയാണ്. അപ്പോൾ ഇന്ന് സാധാരണ രീതിയിലെല്ലാം മാലയൊക്കെ ഇട്ട് പൂജ ചെയ്തത് ഞാൻ തന്നെ. അപ്പം നാളെ ഇനി മെയിനായിട്ടുള്ള പൂജയുണ്ട്. അപ്പം നമ്മൾ മാലയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം പൂജ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ വെളിയിലും മാല ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡോറിൻ്റെ അവിടെയും മാലയിടും. ഇങ്ങനെ ഓരോ പൂജ ദിവസങ്ങളിൽ, മെയിൻ ദിവസങ്ങളിലൊക്കെ മാല കെട്ടിയിടാറുണ്ട്. ഇവിടെ എല്ലാവരും ഇടും കേട്ടോ. എല്ലാവരും ഇങ്ങനെ പൂവൊക്കെ വെച്ച് മാലയിടും. പിന്നെ ഇന്നലത്തെ രംഗോലിയാണ്, അവിടെയും 2 വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പൂജയും കാര്യങ്ങളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദിവാലി.